ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് 2025 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് ഞാനൊരു ചെറിയ സ്ട്രാറ്റജി പറഞ്ഞു തരാൻ വന്നത്. ബേസിക്കലി ഒരു എൻട്രൻസ് ട്രെയിനറാണ്. ഒരു 22 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ കുട്ടികൾ വാങ്ങിച്ച റാങ്കുകൾ കൃത്യമായി അനലൈസ് ചെയ്യുകയും അവർ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കാം, ലൈക്ക് സൺഡേ ബാച്ചോ അല്ലെങ്കിൽ ഈവനിങ് ബാച്ച് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. ചില കുട്ടികൾ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, ഇപ്പോൾ സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് പറയുന്ന കാര്യം, നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് തിയറി എല്ലാം ഫിനിഷ് ചെയ്തു. മിക്കവാറും കേരളത്തിലെ നല്ല കോച്ചിങ് സെന്റേഴ്സിലെല്ലാം ഇപ്പോൾ തിയറി എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 650+ മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സ്ട്രാറ്റജിയുടെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കാനുള്ള സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്പർ 1, നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ 180 ക്വസ്റ്റ്യൻ 3 hours എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ബയോളജിയാണ് കൂടുതൽ, ദെൻ ഫിസിക്സും കെമിസ്ട്രി ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 3 മണിക്കൂറിൽ 180 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രാറ്റജി കൊണ്ടുവരേണ്ടത് 3 മണിക്കൂറിൽ നമ്മൾ 200 ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഈ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ 200 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ ഡെയിലി 200 ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ? പോരാ, നിങ്ങൾ മിനിമം 400 ക്വസ്റ്റ്യൻസ് എങ്കിലും ഡെയിലി ചെയ്യണം. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു ഡൗട്ടും വേണ്ട ഫിസിക്സിനും കെമിസ്ട്രിക്കും. ബയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്നല്ല, കാരണം ബയോളജി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പറയാത്ത കാര്യങ്ങളിലല്ലേ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു 400 ക്വസ്റ്റ്യൻസ് ഒരു 6 hours അത് നിങ്ങൾ ഡെയിലി അതിനുവേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ് അവിടെ തന്നെ തുടരുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നിങ്ങൾ കോച്ചിങ് സെന്ററിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയ ആ ടൈം ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാര്യം. പ്ലസ് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഓൾ ടോപ്പിക് മോഡൽസ് കേരളത്തിലെ കുട്ടികൾ എഴുതി തുടങ്ങും വളരെ ലേറ്റ് ആയിട്ടാണ്. അതായത് മാർച്ചൊക്കെ എത്തുമ്പോഴാണ് ഈ ഓൾ ടോപ്പിക് മോഡൽസ് എഴുതി തുടങ്ങും. പക്ഷെ ഞാൻ പറയുന്നു, ഈ നോർത്ത് ഇന്ത്യൻ കുട്ടികളിലൊക്കെ നല്ല റാങ്ക് വരുന്ന കുട്ടികളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ കുട്ടികളൊക്കെ വളരെ നേരത്തെ മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ആന്ധ്രയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലേക്ക് കുട്ടികൾ വളരെ നേരത്തെ തന്നെ ഓൾ ടോപ്പിക് മോഡൽ ടെസ്റ്റുകൾ എഴുതി തുടങ്ങും. അപ്പോൾ ഡെയിലി ഒരു ഓൾ ടോപ്പിക് മോഡൽ നിങ്ങൾ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി. ഈ ഓൾ ടോപ്പിക് മോഡൽ എഴുതുമ്പോൾ ശരിക്കും നീറ്റ് പരീക്ഷയ്ക്കുള്ള ടൈം 3 hours ആണെങ്കിൽ ആ 3 hours കൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. 6 hours നിങ്ങൾ പ്രോബ്ലം സോൾവിങ്ങിനും പ്ലസ് ഒരു 3 hours ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ, മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നിങ്ങൾ ചാപ്റ്റർ വൈസോ സെക്ഷൻ വൈസോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾ ടോപ്പിക് മോഡൽസ് തന്നെ ചെയ്തു തുടങ്ങും. ചിലപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് എഴുതുമ്പോൾ മാർക്ക് കുറവായിരിക്കും, പക്ഷെ നമ്മുടെ ബ്രെയിനകത്തൊരു കോഡിങ് നടക്കും. അതായത് റിയൽ മോക്ക് ടെസ്റ്റ് എഴുതുന്ന ഫീൽഡിലോട്ട് നിങ്ങൾ നേരത്തെ വരുമ്പോൾ നിങ്ങൾ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷന് മുന്നേ എക്വിപ്ഡ് ആയിട്ട് മാറും. ഈ 2 സ്ട്രാറ്റജിയാണ് ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഉറപ്പാണ്, നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം ഇനീഷ്യലൊക്കെ നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യും. പക്ഷേ 2, 3, 4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ റൂട്ടിലോട്ട് വരും. ഇനി നിങ്ങളുടെ പഠിത്തം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കുറേ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനത്തെ സ്ട്രാറ്റജികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു മെൻറ്ററെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. നല്ല മെൻറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ, ഒരുപാട് സ്ഥാപനം, നല്ല ടീച്ചർമാരുണ്ട്. അവരുടെ നിന്ന് ഗൈഡൻസ് മേടിക്കണം. ഞാനും ഒരു ടീച്ചറാണ്, എനിക്കും കുറച്ചൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സ്ഥാപനത്തിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ, അവരെങ്ങനെയാണ് ഈ മാർക്ക് മേടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ പാരൻസിനോടും അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരോടൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. താങ്ക് യു.